Meet the editors. ചോദ്യം ഇതാണ്: യുവതീ പ്രവേശനത്തിൽ മറുപടിയുണ്ടോ? സ്മൃതിയിൽ നിന്ന് തന്നെ തുടങ്ങാം. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം എന്ന നിലയിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും, ഈ പുരോഗമന നിലപാടുള്ള ആളുകളും അന്ന് അക്കാലത്ത് സ്വീകരിച്ചൊരു നിലപാടുണ്ട്. പക്ഷേ പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് നിലപാടുകൾ മാറുന്നത് കണ്ടു. പലരും വിശ്വാസികൾക്കൊപ്പം നിലയുറപ്പിക്കുന്നത് കണ്ടു. ഇപ്പോൾ വീണ്ടും യുവതീ പ്രവേശന വിഷയം ചർച്ചാ വിഷയമാവുകയാണ്. സ്മൃതി എങ്ങനെയാണ് കാണുന്നത്? താങ്കളുടെ ദുഷ്ടലാക്ക് മനസ്സിലാക്കി പുരോഗമനപരമെന്നാ ഞാൻ പറഞ്ഞത്. ദുഷ്ടലാക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ്. മാറ്റമില്ലാത്തതിന് മാറ്റം എന്ന മാർക്സിയൻ വാചകം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് പിന്നോട്ട് നടക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ല എന്ന് പറഞ്ഞ പിണറായി സർക്കാർ 4 വോട്ടിന് വേണ്ടി തന്നെയാണ് നിലപാട് മാറ്റിയത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ 2007 നവംബറിൽ VS സർക്കാർ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം നൽകുന്നു. 2016 ജനുവരി 10 യുവതീ പ്രവേശനം നിഷേധിക്കുന്ന നിലപാടിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതി 2-അംഗ ബെഞ്ചിൽ എത്തുന്നത്. 2016 ഫെബ്രുവരി 6 ഉമ്മൻചാണ്ടി സർക്കാർ യുവതീ പ്രവേശം ആവശ്യമില്ല, അത് ആചാര ലംഘനമാണ്, അല്ലാതെ സ്ത്രീ പ്രവേശം നിഷേധിക്കുന്നില്ല, യുവതീ പ്രവേശം മാത്രമേ നിഷേധിക്കുന്നുള്ളൂ, അത് വിശ്വാസപരമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറിച്ചുള്ള നിലപാടുമായുള്ള സത്യവാങ്മൂലം നൽകിയത്. അതിനുശേഷം സുപ്രീം കോടതി വീണ്ടും ലിംഗനീതിയുമായി ബന്ധപ്പെട്ട് ഉറച്ച നിലപാടെടുക്കുന്നു. 2016 ഏപ്രിൽ 11 ലിംഗനീതി നിഷേധിക്കപ്പെടുകയാണ് സുപ്രീം കോടതി പറയുന്നു. പിന്നെ 2016 ഏപ്രിൽ 13 ആചാരത്തിൻ്റെ പേരിൽ നിഷേധിക്കാനാവില്ല ഇക്കാര്യങ്ങൾ എന്നുള്ള കാര്യം സുപ്രീം കോടതി ആവർത്തിച്ചു പറഞ്ഞപ്പോൾ സുപ്രീം കോടതി യുവതീ പ്രവേശനത്തിനൊപ്പം നിൽക്കുകയാണ് എന്ന് ഉറപ്പിക്കുന്ന പ്രതികരണങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തുകയാണ്. അപ്പോൾ 2016 നവംബറിൽ പിണറായി സർക്കാർ യുവതീ പ്രവേശത്തെ അനുകൂലിച്ചുകൊണ്ട് സത്യവാങ്മൂലം നൽകുന്നു. പിന്നീട് നടന്ന കാര്യങ്ങൾ നമുക്കറിയാം. യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുന്നു എന്ന രൂപത്തിൽ നടന്ന കാര്യങ്ങൾ, സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുമ്പോൾ അതിൽ വേണ്ട ക്രമീകരണങ്ങൾ, അതിവിടെ ഉണ്ടാക്കാൻ പോകുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സൂചനകളായി വരുന്നു. അതിനെ സുവർണാവസരമായി കണ്ടിട്ടുള്ള BJPയുടെ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ നാമജപ ഘോഷയാത്ര നടന്നു. വിശ്വാസത്തെ ഹനിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പ്രായമായ സ്ത്രീകൾ, വീട്ടിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്ന സ്ത്രീകളുടെ മനസ്സിന് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ള പ്രതികരണം വരുന്നു. സ്ത്രീകളടക്കം തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. അത് നാമജപ ഘോഷയാത്രയായിരുന്നു. അപ്പുറത്ത് നവോത്ഥാന സമിതി രൂപീകരിക്കപ്പെടുകയാണ്, വനിതാ മതിൽ തീർക്കുകയാണ്. അപ്പോൾ ആ വനിതാ മതിലിലൊക്കെ ഉണ്ടായിരുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വനിതാ മതിലാണ്. ആ വനിതാ മതിൽ നമുക്ക് വലിയൊരു പ്രതീക്ഷ നൽകുകയാണ്. ഈ പുരോഗമന സമൂഹമാണ്, പുരോഗമന ആശയത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എല്ലാവരും അതിനെ അംഗീകരിക്കുകയാണ് എന്നൊരു ധാരണ സർക്കാരിനും ഉണ്ടായി. അപ്പോൾ അത് വലിയ രീതിയിൽ ഗുണം ചെയ്യും. അതായത് ഇടത് നിലപാട് അതാണ്. അപ്പോൾ ആ ഇടത് നിലപാടിന് വലിയ സ്വീകാര്യത ലഭിച്ചു എന്ന് സർക്കാർ തെറ്റിദ്ധരിച്ചു. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. ആ തിരിച്ചടി ഈ ശബരിമല യുവതീ പ്രവേശനത്തിനെടുത്തിരിക്കുന്ന വേഗം, അതിലെടുത്ത നടപടികൾ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് CPM എത്തുകയാണ്. ആ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അവിടേക്ക് ആരൊക്കെയാണ് എത്തുന്നത്? വിശ്വാസികളായ യുവതികളാണോ അവിടേക്ക് എത്തിയത്? വിശ്വാസം, എനിക്ക് അയ്യപ്പനെ കാണണം എന്ന വല്ലാത്ത പ്രാർത്ഥനയോടുകൂടി എത്തിയ സ്ത്രീകളാണോ അവിടേക്ക് എത്തിയത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ഇനി അതല്ല, ഒരു പുരോഗമനപരമായ കാര്യം നടപ്പാക്കണമെങ്കിൽ അതിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ല നിൽക്കേണ്ടത്, അതൊരു വിപ്ലവമാണ്. ആ വിപ്ലവം എന്ന രൂപത്തിലാണോ എത്തിയത് എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നു. അവിടേക്ക് വന്നവരെ, അവിടേക്ക് എത്തിച്ചവരെ ഒക്കെ അവരുടെയൊക്കെ നിലപാട് എന്തായിരുന്നു? അവരവിടെ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. ഇനി അത് പോട്ടെ, ഒരു പുരോഗമന ആശയവുമായി ബന്ധപ്പെട്ടാണ് ബിന്ദു അമ്മിണി എന്ന ഒരു ദളിത് യുവതി അങ്ങോട്ട് എത്തുന്നത്. അവർ എങ്ങനെയാണ് കേരളത്തിൽ പിന്നെ അവർ ജീവിച്ചത് എന്നുള്ളൊരു വിഷയമാണ്. അവർക്ക് ജീവിക്കാൻ സാധിച്ചോ? അവരെ ഇവിടെ കല്ലെറിഞ്ഞോടിക്കുന്ന സാഹചര്യം ഇവിടെ കാണുകയാണ്. എന്തൊരു അവസ്ഥയാണ്! അപ്പോൾ സർക്കാരിനെ വിശ്വസിച്ച്, കോടതിയെ വിശ്വസിച്ച് ശബരിമലയിലേക്ക് പോയത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണോ അല്ലയോ എന്നുള്ള വേറെ വിഷയം. അവർക്ക് അതിലൊരു നിലപാടുണ്ടായിരുന്നു. അതിൽ സ്ത്രീകളുടെ തുല്യത എന്ന നിലപാടാണ്. ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരവിടേക്ക് വരുമ്പോൾ അതിനുശേഷം അവരനുഭവിച്ച കാര്യം, ഇവിടെ കല്ലെറിഞ്ഞോടിക്കുന്ന ആൾക്കൂട്ടത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരിപ്പോൾ കേരളം വിട്ടിരിക്കുന്നു, അല്ലേ? കേരളം വിട്ട് അവർക്ക് കേരളത്തിൽ വരാത്ത രൂപത്തിൽ അവർ ഡൽഹിയിൽ ജീവിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരും പല രൂപത്തിൽ എങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിത സാഹചര്യം മാറിയത് നമ്മൾ പല ഘട്ടങ്ങളായി വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ
പിന്നെ വന്ന പല ആളുകളുടെയും ഉദ്ദേശം ശുദ്ധിയെക്കുറിച്ചൊക്കെ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ബിന്ദു അമ്മണിയുടെ കാര്യത്തിൽ എനിക്ക് അവർ ആത്മാർത്ഥമായിട്ട് ഒരു തുല്യത എന്ന സ്വപ്നം കണ്ടുകൊണ്ട് വന്ന സ്ത്രീയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവർ അനുഭവിച്ച കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് ഒരു വിഷയമാണ് അവിടെ നിൽക്കുന്നു. പിന്നീട് 2019 പ്ലേറ്റ് മാറ്റുകയാണ്. അപ്പോൾ ആത്യന്തികമായി ഇത് വോട്ട് തന്നെയാണ് വിഷയം, നിലപാടല്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ എന്ത് തരത്തിലാണ് നിങ്ങൾ സത്യവാങ്മൂലം മാറ്റുന്നുണ്ട്? ഇപ്പോൾ നാളെ വിശാല ബെഞ്ച് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് സുപ്രീം കോടതി കടക്കുന്നത്. ഉറപ്പായിട്ടും സത്യവാങ്മൂലമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊന്നും കോടതി നാളെ കടക്കുന്നില്ല. ബെഞ്ച് രൂപീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മുന്നിലുള്ള ചോദ്യങ്ങൾ. 5 അംഗ ബെഞ്ചിന് മുന്നിലേക്ക് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാളെ സുപ്രീം കോടതിയിൽ നടക്കാനിരിക്കുന്ന, നാളെ എന്നല്ല കുറച്ച് ദിവസങ്ങളോളം നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അതാണ്. അപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ചൊരു പുതിയ സത്യവാങ്മൂലം എന്ന വിഷയം അവിടെ നിൽക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയ ചോദ്യം അവിടെ നിൽക്കുകയാണ്. ആ രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി ഉണ്ട് എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് തിരിച്ചടിയേറ്റു, ഞങ്ങളിതാ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞാൽ മതി. അത് പറയാതെ മാറ്റമില്ലാതെ മാറ്റത്തിന് മാത്രമാണെന്ന് പറഞ്ഞ് വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട കാര്യമില്ലെന്നേ. നിങ്ങൾക്ക് ആ നിലപാടുണ്ടെങ്കിൽ നിലപാട് ഉറച്ചു പറയൂ, ഞങ്ങളിതാ മാറ്റിയിരിക്കുന്നു, ആ നിലപാട് മാറ്റിയത് ഞങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്ന് തുറന്നു പറയണം. അതിനുള്ള ആത്മാർത്ഥത, സത്യസന്ധത കാണിക്കേണ്ടതുണ്ട്. അത് കാണിക്കാതെ ഈ പറഞ്ഞ വളഞ്ഞു മൂക്ക് പിടിക്കുന്ന രീതി അത് ശരിയായ കാര്യമാണെന്ന് തോന്നുന്നില്ല. പാർട്ടി സെക്രട്ടറി അതിൽ വ്യക്തമായൊരു മറുപടി പറയാത്തതുകൊണ്ട് പാർട്ടി പ്രതിനിധികൾ പോലും അതിൽ പ്രതികരിക്കുന്നില്ല. കോടതി പറയട്ടെ, നേരത്തെയും പറഞ്ഞിരുന്ന വാദമാണല്ലോ, കോടതിയുടെ ഉത്തരവാണ് നടപ്പാക്കുന്നത് എന്ന രൂപത്തിൽ. അതിനപ്പുറം ഒരു നിലപാടുണ്ടല്ലോ, ആ നിലപാടാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. ആ നിലപാടിൽ നിന്ന് മാറിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സമുദായ നേതാക്കളാണ് വന്നത്. അവിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ സഹകരിക്കാൻ സമുദായ നേതാക്കൾ വന്നതിന് ചില കാര്യങ്ങളുണ്ടായിരുന്നു, ചില ഉറപ്പുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നിപ്പോൾ NSS ജനറൽ സെക്രട്ടറി പറയുന്നുണ്ടല്ലോ, സത്യവാങ്മൂലം മാറ്റുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെ ചില ഉറപ്പുകൾ, അതായത് ഇനി യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് നിങ്ങൾക്ക് വിരുദ്ധമായി എടുക്കില്ല എന്ന് ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് NSS ഇപ്പോൾ പിണറായി വിജയനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പിന്തുണയാണ് പ്രധാനം, വോട്ടാണ് പ്രധാനം. ആ വോട്ട് കിട്ടുവാൻ വേണ്ടി സ്ത്രീ തുല്യത എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിതാ തൽക്കാലം മറക്കുകയാണ് എന്ന കാര്യം തുറന്നു പറയാൻ തയ്യാറാകണം. ഈ രാഹുൽ ഗാന്ധിയുടെ നിലപാട് മാറിയിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയും നിലപാട് മാറ്റിയിരിക്കും. രാഹുൽ ഗാന്ധി അല്ലല്ലോ ഇവിടെ ഭരിക്കുന്ന ആൾക്കാരാണ് സത്യവാങ്മൂലം നൽകുന്നത്. രാഹുൽ ഗാന്ധി നിലപാട് മാറ്റുമെന്നല്ല, രാഹുൽ ഗാന്ധി വ്യക്തിപരമായി തനിക്ക് യുവതി പ്രവേശം വേണമെന്നാണ് അഭിപ്രായം എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലേ? പല കോൺഗ്രസ് നേതാക്കളും പല അഭിപ്രായം പറയുന്നുണ്ട്. നമുക്ക് എടുക്കുന്ന സർക്കാർ എടുക്കുന്ന നിലപാടിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. പല നേതാക്കളും രാഹുൽ ഗാന്ധി മാറ്റി, ഞാനതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രതികരിക്കാതെ പോയിട്ടുണ്ടാവും. അദ്ദേഹം ആദ്യം പറഞ്ഞിരിക്കുന്നത് അതാണ്, ആ യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിലപാട് വെച്ചാണ്. ആ നിലപാട് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് അത് സ്വീകാര്യമല്ല. അല്ല, കോൺഗ്രസ് നേതാക്കൾക്ക് അത് സ്വീകാര്യമല്ല. ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം കൃത്യമായി പറയുന്നു, വിശ്വാസത്തെ ഹനിക്കുന്ന നിലപാടിനൊപ്പം പോകാൻ പറ്റില്ല എന്ന് ഉറച്ചു പറയുന്നു. വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് ഉറച്ചു പറഞ്ഞു. അത് പറയുന്നുണ്ടെന്നേ, ഇപ്പുറത്തും അത് പറഞ്ഞാൽ മതി, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, ഞങ്ങളിപ്പോൾ തൽക്കാലം തുല്യതയ്ക്കൊപ്പം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ തുല്യതയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിചാരിച്ച കാര്യം തെറ്റായിപ്പോയി, തുല്യതയ്ക്ക് പ്രശ്നം വന്നിട്ടില്ല, അത് സ്ത്രീകളെ പ്രവേശിപ്പിക്കാതിരിക്കുന്നില്ലല്ലോ, യുവതികളെ മാത്രമല്ലേ, അപ്പോൾ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിപ്പോൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അല്ല, കോൺഗ്രസിനെ പിന്നെ രാഹുൽ ഗാന്ധിനെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് ഒരു നിലപാട്, കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട്, RSSന്റെ ആദ്യത്തെ നിലപാട് പിന്നീട് മാറി വേറൊരു നിലപാടാവുന്നു, BJPയുടെ നിലപാടാവുന്നു. അപ്പൊ ഈ വിഷയത്തിൽ ആരാണ് നിലപാട് മാറ്റാൻ? ചോദ്യം എന്തായിരുന്നു? അതെ, നിലപാടല്ലേ, നിലപാട് മാറുമോ എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അപ്പോൾ നമുക്ക് ഞാൻ സുനിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു ഇടവേള എടുത്തിട്ട് വരാം. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിന് മറുപടി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സുനിൽ, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ കൃത്യമായൊരു നിലപാട് ഇടതുപക്ഷ സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിട്ടുണ്ട്. 2007 അന്ന് മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് സുപ്രീം കോടതിയിൽ കൃത്യമായി നിലപാട് അറിയിച്ചത്. ആ നിലപാട് എന്ന് പറയുന്നത് ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണം, ഭരണഘടനാപരമായുള്ള വിശ്വാസത്തിനുള്ള അവകാശം ഉറപ്പാക്കണം എന്നതായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. ആ നിലപാട് അറിയിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള അഫിഡവിറ്റിൽ തന്നെ അന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അതായത് അങ്ങനെ ഈ ഒരു വിഷയത്തിൽ ശബരിമലയിലെ ആചാരവുമായി ബന്ധപ്പെട്ട അവിടുത്തെ തന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ തന്നെ ആലോചന നടത്തിയിട്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുക എന്നുകൂടി സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായി സുപ്രീം കോടതി അറിയിച്ചതാണ്. അപ്പോൾ ആ ഒരു അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഭൂരിപക്ഷ വിധിയോടുകൂടി ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധി പുറപ്പെടുവിക്കുന്നത്. അന്ന് ആ വിധി വന്ന ഉടൻ തന്നെ ഏറ്റവും ആദ്യം ആ വിധിയെ സ്വാഗതം ചെയ്ത നേതാവിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അരുൺ പറഞ്ഞതുപോലെ അന്ന് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ആ വിധിയെ സ്വാഗതം ചെയ്യുകയും ആ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവന നടത്തുകയും ചെയ്തു.
2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതിയുടെ ഈ വിധി വരുന്നതിന് മുൻപ് വരെ RSSന്റെ നിലപാട് എന്നത് ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എന്നതായിരുന്നു. പക്ഷേ ഈ വിധി വന്ന ശേഷം ആ വിധി നടപ്പാക്കാനുള്ള നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയതിന് തൊട്ട് പിന്നാലെയാണ് കോൺഗ്രസിൻ്റെ ആയാലും BJPയുടെ ആയാലും രാഷ്ട്രീയ നിലപാട് മാറുന്നത്. BJPയുടെ പ്രസിഡന്റായിരുന്ന K. സുരേന്ദ്രനും ശബരിമലയിൽ യുവതീ പ്രവേശനം വേണം എന്നാവശ്യപ്പെട്ട നേതാവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ നിലപാടിൽ മാറ്റം വരികയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം. ആ തുടക്കം മുതൽ അവസാനം വരെ ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ ശക്തമായി എതിർത്തൊരു സംഘടന എന്ന് പറയുന്ന NSS ആണ്. NSS ആ വിഷയം ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതേ നിലപാട് തന്നെയാണ് NSS മുന്നോട്ട് വയ്ക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധി വന്നതിന് പിന്നാലെ NSS ആണ് ആദ്യം സമരവുമായി പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. പിന്നീട് ഇത് കേരളത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പിന്നീട് കോൺഗ്രസും BJPയും ഒക്കെ തന്നെ ഏറ്റെടുക്കുകയും പിന്നീട് അത് വലിയ പ്രതിഷേധമായി കേരളത്തിൽ നാമജപ യാത്രയൊക്കെ തന്നെ നടത്തിയത് നമ്മളൊക്കെ തന്നെ കണ്ടതാണ്. ഏതായാലും രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കുക അതുതന്നെയാണ് ഇപ്പോൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത്. നോക്കൂ, കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇപ്പോൾ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാർ ഈ വിഷയത്തിൽ അന്ന് എടുത്തിട്ടുള്ള തീരുമാനം എന്നത് ഏറ്റവും പുരോഗമനപരമായിരുന്നു. അന്ന് കേരളത്തിലെ എല്ലാ പുരോഗമന വിശ്വാസികളും നിലപാടുകാരും ഒക്കെ തന്നെ അതിനെ പിന്തുണച്ചവരാണ്. പിന്നീട് ഈ വിഷയത്തിൽ രാഷ്ട്രീയ താല്പര്യം കണക്കിലെടുത്ത് കോൺഗ്രസ് ആയാലും BJP ആയാലും ഒക്കെ നിലപാട് മാറ്റി. ഇപ്പോൾ കോൺഗ്രസ് ഇങ്ങനെയൊരു ആവശ്യം, ഇങ്ങനെയൊരു ചോദ്യം ഉയർത്തി മുന്നോട്ട് വരുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ്. എന്താണ് ഈ ചോദ്യത്തിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം? വിശ്വാസം, മതവികാരം അത് ആളിക്കത്തിക്കുക. നമുക്ക് എത്രത്തോളം അപകടകരമാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇത് കേരളത്തെ എവിടെ കൊണ്ടെത്തിക്കും? നമുക്ക് മതേതര നിലപാടുകൾ കൊണ്ട്, മതനിരപേക്ഷ നിലപാടുകൾ കൊണ്ട് ഊട്ടിയുറപ്പിക്കപ്പെട്ട ഒരു പശ്ചാത്തലമാണ് കേരളത്തിനുള്ളത്. അപ്പോൾ അവിടെ വടക്കേന്ത്യയിലൊക്കെ തന്നെ BJP കാണിക്കുന്നത് പോലുള്ള ഒരു വർഗീയ ഹിന്ദുത്വ രാഷ്ട്രീയം കോൺഗ്രസ് തന്നെ ഉയർത്തുകയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ദേശീയ നേതൃത്വം അതിന് മൗനം പാലിക്കുകയും ചെയ്യുന്നു. രാഹുൽ ഗാന്ധിക്കൊരു നിലപാട്, എന്നാൽ കേരളത്തിലെ കോൺഗ്രസിന് മറ്റൊരു നിലപാട്. ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇനി സുപ്രീം കോടതിയിലേക്ക് പോയാൽ, നാളെ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കാൻ പോകുന്നതിൽ എവിടെയാണ് ശബരിമല എന്നൊരു വിഷയം തന്നെ സുപ്രീം കോടതിക്ക് മുൻപാകെ ഇപ്പോൾ ഇല്ല. 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതിയുടെ വിധി വന്നതിന് പിന്നാലെ ഏതാണ്ട് 60-ലധികം ഹർജികൾ ഈ കേസ് പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ വന്നു. ഞാൻ ആ കേസ് തുടക്കം മുതൽ ഏതാണ്ട് ഈ വിധി വരുന്ന കാലം വരെ സുപ്രീം കോടതിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ ആ കേസിൽ വന്നിട്ടുള്ള 60-ലധികം പുനഃപരിശോധനാ ഹർജികൾ അതിൽ പലതും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ആ ഹർജികളൊന്നും സുപ്രീം കോടതി പരിഗണിച്ചിട്ടില്ല. ഈ ഹർജികൾ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് അന്ന് ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് റോഹിൻടൻ നരിമാൻ്റെ ബെഞ്ചിന് മുൻപാകെ പലരും വന്ന് ഈ കേസ് മെൻഷൻ ചെയ്തപ്പോൾ അന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞു, റോഹിൻടൻ നരിമാൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഈ കേസിൽ സ്റ്റേ ഇല്ല, ഈ വിധി നടപ്പാക്കണം എന്ന് റോഹിൻടൻ നരിമാൻ വളരെ ശക്തമായി പറഞ്ഞതാണ്. പിന്നീട് ഈ കേസ് പിന്നീട് ചീഫ് ജസ്റ്റിസായി വന്ന SA ബോബ്ഡെയുടെ ബെഞ്ചിന് മുൻപാകെ വരികയും SA ബോബ്ഡെ പിന്നീട് 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെ ശക്തമായി എതിർത്ത് ജസ്റ്റിസ് റോഹിൻടൻ നരിമാൻ്റെ പിതാവായ ഫാലിയസ് നരിമാൻ തന്നെ സുപ്രീം കോടതിയിൽ വന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ഭരണഘടനാ വിദഗ്ധനായ അന്തരിച്ച ഫാലിയസ് നരിമാൻ സുപ്രീം കോടതിയിൽ വന്ന് ഈ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാനുള്ള തീരുമാനം എന്നത് ഭരണഘടനാപരമായി ഭരണഘടനയുടെ ഏറ്റവും വലിയ ലംഘനമാണ്, ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനമാണ്, സുപ്രീം കോടതി ചെയ്യുന്നത് ഏറ്റവും വലിയ പിഴവാണ് എന്ന് സുപ്രീം കോടതിയിൽ ഫാലിയസ് നരിമാൻ വാദിച്ചു. പക്ഷേ അത് തള്ളിക്കൊണ്ട് ജസ്റ്റിസ് SA ബോബ്ഡെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചു. ആ ഭരണഘടനാ ബെഞ്ചിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അവശേഷിക്കുന്ന ഏക ജഡ്ജി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തയാണ്. മറ്റെല്ലാ ജഡ്ജിമാരും സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചു പോയി. അപ്പോൾ ഇനി അന്ന് 5-അംഗ ഭരണഘടനാ ബെഞ്ച് പ്രധാനമായും ഈ ഒരു 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാൻ എടുത്ത തീരുമാനത്തിനൊപ്പം 5-അംഗ ഭരണഘടനാ ബെഞ്ച് 7 ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്തിരുന്നു. ആ 7 ചോദ്യങ്ങൾ ഈ 9-അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിച്ച് ഒരു തീരുമാനമെടുക്കണം. ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ആർട്ടിക്കിൾ 25 പ്രകാരം മതസ്വാതന്ത്ര്യത്തിൻ്റെ വ്യാപ്തിയും പരിധിയും എത്രത്തോളം എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ആർട്ടിക്കിൾ 25, 26 പ്രകാരം സ്വാതന്ത്ര്യത്തിൽ വ്യക്തിയുടെ അവകാശവും മതസംഘടനകളുടെ അവകാശങ്ങളും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ആർട്ടിക്കിൾ 25(2) പ്രകാരം സെക്ഷൻ ഓഫ് ഹിന്ദുസ് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം, അതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം എന്നത് മതത്തിൻ്റെ ഭാഗമായി ഒരാൾക്ക്, മതത്തിൻ്റെ ഭാഗമല്ലാത്ത ഒരാൾക്ക് മതാചാരങ്ങളെക്കുറിച്ചുള്ള അവകാശങ്ങൾ ഉയർത്തി പൊതുതാൽപര്യ ഹർജികൾ നൽകാൻ കഴിയുമോ എന്നതാണ്. ആർട്ടിക്കിൾ 25 പ്രകാരം ഒരു മതാചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ പറ്റുമോ? ഇങ്ങനെ തുടങ്ങി 7 ചോദ്യങ്ങളാണ്
പ്യുവർലി കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ആർട്ടിക്കിൾ 25, 26 ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഉയർത്തി അതിൽ എത്രത്തോളം കോടതിക്ക് ഇടപെടാൻ പറ്റും, എത്രത്തോളം ഈ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട അവകാശങ്ങളുണ്ട് എന്നതാണ് സുപ്രീം കോടതി പരിശോധിക്കാൻ പോകുന്നത്. പക്ഷേ ഇതിൽ ശബരിമല എന്നതില്ല. പരിഗണിക്കാം, ഈ സംബന്ധിച്ച ശബരിമല സംബന്ധിച്ച കാര്യങ്ങൾ പരിഗണിക്കാം. ഇനിയോ ഇല്ല ഇനിയും ഇല്ല ഇല്ല. പറ്റില്ല. കാരണം എന്തറിയോ, താല്പര്യമുള്ള കക്ഷികളെല്ലാം ഈ ഏഴംഗ കേൾക്കാം. പറ്റില്ല. കാരണം എന്താ, ഈ കേസിന്റെ കൂടെ ഒരു കേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഷിരൂർ മഠവുമായി ബന്ധപ്പെട്ട കേസ്. ആ കേസ് 7 ബെഞ്ചാണ് വിധി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1954 ഷിരൂർ മഠ കേസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ 7 അംഗ ബെഞ്ചിന് മുകളിലുള്ള ബെഞ്ചേ പറ്റത്തുള്ളൂ, അതായത് 9 ബെഞ്ചേ പറ്റത്തുള്ളൂ. അത് എസ് എ ബോബ്ഡെയുടെ സമയത്താണ് ഈ കേസ് ഇതിൻ്റെ കൂടെ ആക്കുന്നത്. അതാണ് എസെൻഷ്യൽ പ്രാക്ടീസസുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള കേസ്. അതുകൊണ്ട് ഇനി 7 ബെഞ്ചിലേക്ക് പോകാൻ കഴിയില്ല, 9 ബെഞ്ച് തന്നെ കേൾക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ നാളെ ഇനിയിപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തീരുമാനിക്കാൻ പോകുന്നത് 9 അംഗ ബെഞ്ചിൽ ആരൊക്കെയാണ് അംഗങ്ങൾ എന്നതാണ്. അപ്പോൾ ഈ അംഗങ്ങളെ തീരുമാനിക്കണം, അതിനുശേഷം 9 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ സിറ്റിംഗ് തീരുമാനിക്കണം, അതെന്നാണെന്ന് തീരുമാനിക്കണം. അതിനുശേഷം 60 ഹർജികളുണ്ട്. ആ ഹർജികളിലെ മെറിറ്റിലേക്കൊന്നും കോടതി പോകാൻ പോകുന്നില്ല. ഇപ്പോൾ ഈ ഭരണഘടനാപരമായ 7 ചോദ്യങ്ങൾ അത് സുപ്രീം കോടതി വിശദമായി പരിശോധിക്കും, ആരെയൊക്കെ കേൾക്കണമെന്ന് തീരുമാനിക്കും. ഒരുപക്ഷെ മാസങ്ങൾ നീണ്ടുപോകുന്ന നടപടിയാണിത്. അപ്പോൾ അങ്ങനെ നീണ്ടുപോകുന്ന നടപടിയിൽ ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് എന്താണ് നിലപാട് എന്നൊരു ചോദ്യം സുപ്രീം കോടതി ചോദിക്കാനേ പോകുന്നില്ല. ഇവിടെ ഇതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ കോൺഗ്രസ് ഉയർത്തുകയാണ്. ഇങ്ങനെ ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ട് സർക്കാരിനെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തെയും പ്രതിരോധത്തിലാക്കാൻ കഴിയുമോ? പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ കോൺഗ്രസ് മാത്രമാണോ ഉയർത്തുന്നത്? നമ്മൾ ചോദിക്കുന്നില്ലേ നിങ്ങൾക്ക് നിലപാട് എന്താണ് ഇപ്പോൾ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കുന്നില്ല. അല്ല, നിലപാടുണ്ടല്ലോ. ശബരിമലയിൽ യുവതീ പ്രവേശന വിധി നടപ്പാക്കാൻ തീരുമാനിച്ചു. അത് നടപ്പാക്കുന്നതിന് വലിയ എതിർപ്പ് വന്നു. അതേ തുടർന്ന് അത് നടപ്പാക്കേണ്ടെന്ന് തീരുമാനിച്ചല്ലോ ഇപ്പോൾ. അല്ല, അങ്ങനെ പറയണം. അല്ല, അതിപ്പോ നടപ്പാക്കുന്നുണ്ടോ ശബരിമലയിലോ? നടപ്പാക്കേണ്ടതില്ല എന്നതാണ് ഞങ്ങളുടെ നിലപാട്. എന്താണ് ആശയമില്ല, നിലപാട് തുറന്നു പറഞ്ഞാൽ എന്താണ് പ്രയോജനം? കേരളത്തിൽ എന്താ പ്രയോജനം? എന്താണ് ആ നിലപാട് തുറന്നു പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയതല്ല, നമുക്കറിയണം നിലപാട് എന്താണ്. നിങ്ങൾക്ക് തുല്യത പ്രശ്നത്രയുള്ളൂ. തുല്യതയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ചോദ്യം. ഈ തുല്യതയുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ? ഞാൻ ഇവിടുത്തെ സർക്കാരിനോടാണ് ചോദിക്കുന്നത്. ഒരു വിഷയത്തിൽ എവിടെയാണ് അത് ചോദിക്കേണ്ട. സർക്കാർ മറുപടി പറയേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ മാറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മാറ്റുന്നു? ഈ മറുപടി ആരെടുത്ത് പറയണം? മറുപടി ആരെടുത്ത് പൊതുസമൂഹത്തോട് പറയണം. എന്തിനാണ് ഇപ്പൊ പറയേണ്ടത്? നിങ്ങൾക്ക് പ്രത്യേകം പറയാൻ സാഹചര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു യുവതി 2021 ശേഷം ശബരിമലയിൽ പ്രവേശിച്ചൊരു വിഷയം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കമ്മ്യൂണൽ ഇഷ്യൂ, ലോ ആൻഡ് ഓർഡർ സംബന്ധിച്ചൊരു വിഷയം ഉണ്ടായിട്ടുണ്ടോ? ലോ ആൻഡ് ഓർഡർ വിഷയമില്ലാതെ മണ്ഡലകാലം സമാധാനപരമായി 4 മണ്ഡലകാലങ്ങൾ നടന്നു. അത് ശരി. സമാധാനപരമായ മണ്ഡലകാലത്തെ കുറിച്ച് അങ്ങ് വാചാലനാകുന്നു അല്ലേ? 100%. അല്ല, സമാധാനപരമായ ഒരു സമാധാനപരമായ മണ്ഡലകാലത്തെ കുറിച്ച് ഇപ്പോൾ ആശ്വാസം കൊള്ളുന്നു. നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് ചോദ്യം. സർക്കാർ ഇപ്പൊ പറയാണ്, ഞങ്ങൾ ആ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നിട്ട് വേണോ ഇവിടെ നാമജപ ഘോഷയാത്രയും ഈ പറയുന്ന തേങ്ങയുമായിട്ട് വിശ്വാസികൾ തലക്കടിക്കാൻ? മനസ്സിലായി. അതായത് ഇപ്പോ ഇവിടെ പറയുന്ന സാമൂഹ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ അത് പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ മതി. 100% അല്ല, അത് പറഞ്ഞാൽ മതി. പറയണം. അത് ഏത് ജനങ്ങളോട് പറയണം. നിങ്ങൾക്ക് എന്താ ഈ ചോദ്യം കൊണ്ട് കോൺഗ്രസിന്റെ ഉദ്ദേശം നമ്മളിന്ന് മാധ്യമങ്ങൾ പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന മാറ്റത്തിന്റെ സിദ്ധാന്തവും അതിന്റെ പ്രപഞ്ചഗതിയെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് എവിടെ ചോദിക്കണം എന്ന് ഡോക്ടർ അരുൺകുമാർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഉത്തരമുണ്ടെങ്കിൽ പറയാം. ഉത്തരം അദ്ദേഹം പറഞ്ഞു. സർക്കാർ പറയേണ്ട മറുപടി ഞാനല്ല പറയേണ്ടത്. ആ മറുപടി സർക്കാർ കോടതി നിലപാട് അറിഞ്ഞതിന് ശേഷം പറയും എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം? അത് അല്ല, അങ്ങനെയാണെങ്കിൽ കേൾക്കൂ. അതുകൂടെ പറഞ്ഞു കേട്ടു. ഇല്ല, ചോദ്യം ചോദിച്ചാൽ മാത്രം പോലോ. പി രാജീവ് നിയമവകുപ്പ് മന്ത്രി പറഞ്ഞത് താങ്കൾ കേട്ടോ? ഞാൻ കേട്ടു. എന്താ നിയമവകുപ്പ് മന്ത്രി പറഞ്ഞത്? നിയമവകുപ്പ് മന്ത്രി പറഞ്ഞത് ഇപ്പോഴൊരു സാവകാശം കിട്ടും, ആ സാവകാശം കിട്ടുന്ന മുറയ്ക്ക് സർക്കാർ ഒരു തീരുമാനമെടുക്കും. സർക്കാർ തീരുമാനമെടുക്കുമെന്നല്ല പറഞ്ഞത്. നിലവിൽ നാളെ ഈ വിഷയമല്ല പരിഗണിക്കാൻ പോകുന്നത്. ഈ വിഷയം വന്നതിനു ശേഷം എങ്ങനെയാണോ വാദം നടക്കുന്നത് ആ സമയത്ത് കോടതിയുടെ നിലപാടറിഞ്ഞതിനു ശേഷം
ഈ വിഷയത്തിൽ എന്താണ് സർക്കാരിന് പറയാനുള്ളതെന്ന് കോടതിയെ ബോധിപ്പിക്കും. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കൂ എന്നാണ് പറഞ്ഞത്. ആർക്കാണ് ഇപ്പോൾ അല്ല, ഞാനിത് 5 സെന്റൻസ് പറഞ്ഞില്ലാന്നേ ഉള്ളൂ. നാളെ രാവിലെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സത്യവാങ്മൂലം പിൻവലിച്ചോ വേണ്ടെന്ന് അറിയേണ്ടതിന്റെ രാഷ്ട്രീയ താല്പര്യം എന്താ? അത് ഞാൻ അങ്ങ് സ്മൃതി പരുത്തിക്കാരനോട് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയായിട്ടല്ല പറഞ്ഞത്. ഞാൻ എവിടെ ചോദിക്കും, എവിടെ പറയും എന്ന് ഡോക്ടർ അരുൺകുമാർ ചോദിച്ചതിന് മറുപടി അങ്ങോട്ട് അവസരം ഉണ്ടായിരുന്നു എന്നുള്ളത്. അല്ല, നിയമവകുപ്പ് മന്ത്രിയുടെ കാര്യമായിരുന്നില്ല അവിടെ പറഞ്ഞത്. സർക്കാർ എവിടെ പറയണം എന്നൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. ഇന്ന് മാധ്യമങ്ങൾ നിരന്തരം ഈ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചു, മന്ത്രിയോട് ചോദിച്ചു, അവിടെ വേണമെങ്കിൽ പറയാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എവിടെ പറയണമെന്ന് അറിയാത്ത നിഷ്കളങ്കതയ്ക്കായിരുന്നു. ഇന്ന് കണ്ണൂരിൽ 62 വയസ്സുകാരനായ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു. കണ്ണൂരിൽ 62 വയസ്സുകാരനായ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു. കേരളത്തിലെ കോൺഗ്രസിന് അതൊരു വിഷയമേ അല്ല. കേരളത്തിൽ അധികാരമാറ്റത്തിനായി പുതിയുഗ യാത്ര നടത്തുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അത് വിഷയമല്ല. വി.ഡി. സതീശൻ എന്ന് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് മുഴുവൻ ശബരിമലയാണ്. വി.ഡി. സതീശൻ എന്ന് മാധ്യമങ്ങളെ കണ്ട് ചോദിക്കുന്ന ചോദ്യം, ശബരിമലയിൽ നിങ്ങൾ യുവതികളെ കയറ്റുമോ, എന്താണ് നിങ്ങളുടെ നിലപാട് എന്നാണ്. 62-കാരനായ ഒരു കർഷകൻ കടബാധ്യത മൂലം, സാമ്പത്തിക പ്രതിസന്ധി മൂലം ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ വിഷയമാകാത്തത്? കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ വലിയ തോതിൽ വിമർശിക്കേണ്ട കാര്യം തന്നെയാണ് ശ്രീ പി ആർ സുനിൽ, വലിയ തോതിൽ വിമർശിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു വിഷയം ഈ ഒരു വിഷയം പറഞ്ഞു വെച്ച് പോയതാണല്ലോ. ആ വിഷയം അതിനുള്ള മറുപടിയാക്കി അങ്ങ് പറയാതെ, അതുകൊണ്ട് അങ്ങോട്ട് അനുകൂലിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ യുവജന സംഘടനകൾ എല്ലാം തന്നെ, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവും ഒന്നാകെ ആ വിഷയം ഉയർത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ് നിലപാട്. ശരി, ഇനി മാധുവിന്റെ സമയം. യുവതീ പ്രവേശനത്തിൽ മറുപടിയുണ്ടോ? ഈ ശബരിമല വിഷയമടക്കമുള്ള ഹർജികൾ കോടതി പരിഗണിക്കാൻ പോകുന്നു എന്ന തീരുമാനം 2 ദിവസം മുമ്പ് നമ്മുടെ മുന്നിലേക്ക് വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ ആദ്യം പറഞ്ഞു പോകാം. കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ വിധി വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോടതി ഹർജികൾ പരിഗണിക്കാൻ പോകുന്നു എന്ന വാർത്ത വന്നു വീഴുന്നത് 2-3 ദിവസവുമായി ശബരിമല വിഷയവും ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഫണ്ട് പ്രശ്നങ്ങളുമൊക്കെ വളരെ പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. സ്വാഭാവികമായും ഇനി അടുത്തത് വരുന്നു എന്നൊരു പ്രതീതി വലിയ തോതിൽ ഉണ്ടാവുകയാണ്. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട 2 വിഷയങ്ങൾ, കേരളത്തിൽ തൊട്ടാൽ പൊള്ളുന്ന, കേരളത്തിൽ ഇരുതല മൂർച്ചയുള്ള വാള് പോലെ വിവാദങ്ങൾ അടർത്തിയെടുത്തൊരു വിഷയമാണ് ശബരിമല എന്ന് പറയുന്നത്. സ്വാഭാവികമായും അതിലേക്ക് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഹർജി കൂടി കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നു. അതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്സ് ഉണ്ടാകാൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കിയത് അടുത്ത വാർത്ത, വലിയ തോതിൽ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന ഒരു വാർത്ത എന്ന നിലയ്ക്ക് തന്നെയാണ്, പശ്ചാത്തലത്തിലേക്കാണ് ആ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അതിലുയർന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നോക്കൂ, അങ്ങനെ ഒരു ഹർജി സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെ ഉയർന്ന ഏറ്റവും വലിയ ചോദ്യം, ഉടനടി ഉയർന്ന ചോദ്യം എന്ന് പറയുന്നത്, സർക്കാർ ഈ സത്യവാങ്മൂലം തിരുത്തുമോ, ആ നിലപാട് മാറ്റുമോ എന്നുള്ളത് തന്നെയാണ്. അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതിന് പിന്നിൽ തുറന്നു കിട്ടുന്ന രാഷ്ട്രീയ സാധ്യതകൾ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. NSSന്റെ നിലപാട് വരികയാണ്. NSSന്റെ ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നത്, പഴയ വാശിയോടും പഴയ ഉസിരോടും കൂടി ഞങ്ങൾ ഈ കേസുമായി മുന്നോട്ട് പോകും. NSS മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് പോയത്. ആരും കൂടെ നിന്നില്ല, കോൺഗ്രസ് കൂടെ നിന്നില്ല, CPM കൂടെ നിന്നില്ല, മറ്റാരും കൂടെ നിന്നില്ല. ആദ്യമായി കേസിന് പോയത് NSS ആണ്. അതേ ഉസിരും വാശിയും ഇനിയും NSS കാണിക്കും എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം പറഞ്ഞത് സർക്കാർ തിരുത്തും എന്നുള്ളതാണ് പ്രതീക്ഷ എന്നുമാണ്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുൻപ് NSSന്റെ ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ ദിവസം, അതായത് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാർ അനുകൂല പ്രസ്താവനകൾ വരുന്നതിന്റെ, NSSന്റെ ഭാഗത്ത് നിന്ന് വരുന്നതിന്റെ ഭാഗമായി തന്നെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, സർക്കാരിന് വേണമെങ്കിൽ പിന്നീട് യുവതികളെ കയറ്റാമായിരുന്നു, സർക്കാർ അത് ചെയ്തില്ല എന്നുള്ളതാണ്. അതായത് സർക്കാരിന് അനുകൂലമായ യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് NSS സ്വീകരിക്കുന്നു എന്നൊരു പ്രതീതി അവിടെ നിൽക്കുമ്പോഴാണ് സർക്കാർ ഈ സത്യവാങ്മൂലം തിരുത്തും എന്നുള്ളതാണ് NSSന്റെ പ്രതീക്ഷ എന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നത്. പിന്നീട് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു യോഗം കൊച്ചിയിൽ ചേർന്നു. മാതൃഭൂമി ന്യൂസ് അത് നമ്മളത് റിപ്പോർട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് വരുന്ന പ്രതികരണങ്ങളിൽ കൃത്യമായ ഒരു ആർത്തി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അത് വി.ഡി. സതീശൻ കാണുന്ന സമയത്ത് സർക്കാർ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്, മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് ഉണ്ടാകുന്നത്? അഴകുഴമ്പൻ നിലപാട് പാടില്ല, അതായിരുന്നു കൃത്യമായ വാക്ക്. അഴകുഴമ്പൻ നിലപാട് പാടില്ല എന്ന് വി.ഡി. സതീശൻ പറയുന്നു. അതിനപ്പുറം കടന്നുള്ളൊരു പ്രതികരണമാണ്. ഞാൻ ഏറെ കൗതുകത്തോടു കൂടി ഓണറിൽ ഈ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കേട്ട ഒരു കൗതുകമുള്ളൊരു പ്രതികരണം KC വേണുഗോപാലിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന്, സത്യവാങ്മൂലം തിരുത്തില്ല എന്ന് ഒന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന്, പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കത്തിക്കും എന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല കേട്ടോ. രാഷ്ട്രീയമായ സുവർണാവസരത്തിന്റെ ഉടലെടുപ്പ് കാത്തിരിക്കുന്ന ഒരു സാധ്യത, അതായത് ആ ഒരു സുവർണാവസരം തുറന്നു കിട്ടുന്ന ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന്റെ ആ കടന്ന പ്രയോഗത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായി ഓണെയറിൽ വെച്ച് നോക്കിക്കണ്ട ഒന്നാണ്. അതിനുശേഷം മറ്റു നേതാക്കൾ വരുന്നു, രമേശ് ചെന്നിത്തല വരുന്നു. രമേശ് ചെന്നിത്തലയും പറയുന്നത് കൃത്യമായൊരു നിലപാട്
കാണേണ്ടതുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ ഒരു നിലപാട് സർക്കാർ പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് രാവിലെ CPM നേതാക്കൾക്ക് മുന്നിൽ ഒരു കമ്പൽഷൻ രൂപപ്പെടുകയാണ്. MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് മുന്നിൽ ഇതിനോട് പ്രതികരിക്കേണ്ടതായ ഒരു കമ്പൽഷൻ രൂപപ്പെടുകയാണ്. വിജയരാഘവന് മുന്നിൽ അത്തരത്തിലൊരു സാഹചര്യം രൂപപ്പെടുകയാണ്. ആ സമയത്താണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഈ മാറ്റമല്ലാത്തത് മാറാത്തത് മാറ്റം മാത്രമേ ഉള്ളൂ എന്നൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അദ്ദേഹം ഈ അമൂർത്തമായ സാഹചര്യങ്ങൾ, അമൂർത്തമായ ചില പ്രതികരണങ്ങൾ നടത്താറുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ വന്നൊരു പ്രതികരണം വരുന്നു. അമൂർത്തമായ പ്രതികരണം നടത്താറില്ല, ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള പ്രതികരണം എനിക്ക് എന്താണെന്ന് വെച്ചാൽ പാർട്ടി ക്ലാസ് ഇരുന്നിട്ടില്ലാത്തോടെ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അല്ല ഓക്കെ, ഞാനത് പഠിക്കാനും പോയിട്ടില്ല. മാർക്സിസം ഞാൻ ജേർണലിസ്റ്റ് ആണ് പഠിച്ചത്. അങ്ങനെ പ്രശ്നമുണ്ട്. മാർക്സിസം എന്നുള്ളത് ജേർണലിസത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങ് പഠിച്ചത് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഡോക്ടർ അരുൺകുമാർ. ശരി, അങ്ങ് തിരുത്തത് എനിക്ക് സന്തോഷമാണ് കേട്ടോ. ഓക്കെ, ഇനി അതപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു കമ്പൽഷൻ ഉണ്ടാകുന്നു. MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വരുന്നു. അതിനുശേഷം വിജയരാഘവന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വരുന്നു. അതായിരുന്നു ഇതിൽ ഏറ്റവും പക്വതയുള്ളൊരു പ്രതികരണമായി പുറത്തേക്ക് വന്നത്. അത് നിയമപരമായ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്, അതിനൊപ്പം തന്നെ വിശ്വാസപരമായ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. നോക്കൂ, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വലിയ തീരുമാനം സർക്കാർ കൈക്കൊള്ളുന്ന സമയത്ത് ഈ രണ്ട് നിലപാടുണ്ടായിരുന്നില്ല. അതായത് നിയമം അന്നുമുണ്ട്, വിശ്വാസം അന്നുമുണ്ട്. അന്ന് നിയമം നോക്കണമോ വിശ്വാസം നോക്കണമോ രണ്ടും കൂട്ടിച്ചേർത്ത് നോക്കണമോ എന്നൊരു തീരുമാനം അന്ന് പാർട്ടി കൈക്കൊണ്ടിരുന്നില്ല. അതായത് അല്ലല്ല, കോടതി വിധി വന്നതിന് ശേഷമല്ലേ സർക്കാർ നിലപാടെടുത്തത്? കോടതി വിധി വരുന്നതിന് മുമ്പ് അങ്ങനെ നിലപാടെടുത്തോ? ഒരു ചോദ്യം കൂടി, കോടതി വിധി, സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധി വന്നതിന് ശേഷം ഒരു സർക്കാരിന് തിരിച്ചൊരു നടപടി എടുക്കാൻ പറ്റുമായിരുന്നു? ഓക്കെ, ഇനി ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളുമല്ല. ഞാൻ പറഞ്ഞത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിധി വന്നതിന് ശേഷം കോടതി വിധി വന്നിരിക്കുന്നു, സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു, അത് നടപ്പിലാക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണെന്നൊരു നിലപാട് സർക്കാർ അന്ന് കൈക്കൊണ്ടു. സ്വാഭാവികമായും ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന സർക്കാർ ആ നിലപാട് തന്നെയാണ് കൈക്കൊള്ളേണ്ടത്. പക്ഷെ ആ സമയത്ത് അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് സർക്കാർ വിജയരാഘവൻ പറഞ്ഞ 2 വഴിയിൽ ഒരു ചിന്ത നടത്തിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെയായിരുന്നു നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ എടുക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് പറഞ്ഞ 2 കാര്യങ്ങളെക്കുറിച്ചുമല്ല ഞാൻ പറഞ്ഞത്. ശരി, അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരിക്കുന്നു. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഊന്നി പറഞ്ഞത് അതൊരു പക്വതയുള്ള പ്രതികരണമായിരുന്നു എന്നുള്ളത്. പിന്നീട് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ നിയമമന്ത്രി P. രാജീവ് മാധ്യമങ്ങളെ കാണുന്നു. ആ സമയത്ത് അതിന് തൊട്ട് മുൻപ് PR സുനിൽ നമ്മുടെ ബ്രേക്കിംഗ് ന്യൂസിൽ ലൈവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ PR സുനിൽ നമ്മളോട് പറയുകയാണ്, ശരി, ഇതിനൊരു സാവകാശം ഉണ്ടാകും, സർക്കാരിന് നാളെ പോയി ഇതിനൊരു തീരുമാനം എടുക്കേണ്ടി വരുന്നില്ല. അത് കൃത്യമായ സംവിധാനവും തിരിച്ചറിയുന്നുണ്ട്. അതായത് നാളെ ബെഞ്ച് ഇത് പരിഗണിക്കുന്നില്ല, സത്യവാങ്മൂലം കൊടുക്കേണ്ടുന്ന സാഹചര്യം വരുന്നില്ല. നാളെ ബെഞ്ച് ചേരുന്ന സമയത്ത് സ്വാഭാവികമായും ഏത് ബെഞ്ചാണ് ഇത് പരിഗണിക്കുക എന്നുള്ള തീരുമാനമെടുക്കുന്നു, എന്ന് മുതലാണ് ഇതിൻ്റെ വാദം ആരംഭിക്കുക എന്നൊരു തീരുമാനമെടുക്കുന്നു. വേണമെങ്കിൽ ഒരു സാധ്യത എന്ന് പറയുന്നത്, നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കോ ഈ കേസുകളും ശബരിമലയുമായി ബന്ധപ്പെട്ട കേസ് മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും തരത്തിലുള്ള രേഖകൾ ഹാജരാക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന് ഉള്ള താല്പര്യം അറിയിക്കുകയും ചെയ്യാം എന്നൊരു സാധ്യത കൂടി അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു നിമിഷം, ഞാൻ നിയമവിദഗ്ധരോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, അത് എന്റെ അറിവ് കൊണ്ട് ഞാൻ പറയുന്നതല്ല, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ചോദിച്ചപ്പോൾ വേണമെങ്കിൽ അതിനൊരു സാധ്യത ഉണ്ടാകാം എന്ന് പറഞ്ഞു. ഉണ്ടാകാം എന്നാണ് പറഞ്ഞത്. ഒരു നിമിഷം, അതായത് വേണമെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാം എന്ന് എന്നോട് പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മാക്സിമം ക്ലാസ്സിൽ മാത്രമല്ല LLB പോലും പഠിക്കാത്തതുകൊണ്ട് ഒരു നിയമവിദഗ്ധനോട് ചോദിച്ചു, അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നിരിക്കുന്നു. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് LLB പോയ ഒരാളോട് ചോദിച്ചു അദ്ദേഹം അങ്ങനെ അഭിപ്രായം പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, പങ്കുവെക്കുകയാണ് ചെയ്തത്, അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് നോക്കൂ, ഇതിലൊരു സുവർണാവസരം സ്വാഭാവികമായും ഇവിടെ ഉണ്ടാകും. നേരത്തെ പറഞ്ഞതിന് ബാക്കിയായിട്ടാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഈ മാറ്റത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം പറയുന്നതിന് പകരം സർക്കാർ ആ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി നേരത്തെ PR സുനിൽ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള വളരെ സംഘർഷാത്മകമായ ഒരു സാഹചര്യം ഇവിടെ ഉടലെടുക്കും. ഇന്നത്തെ വൈകുന്നേരം ഒരു വീട്ടിൽ ഒരു തിരിയല്ല കത്തുക. ഇന്ന് ഒരു വീട്ടിലിരുന്ന് അവനവൻ്റെ ഇരുന്നായിരിക്കില്ല ആരും നാമം ജപിക്കുക, കുറേയേറെ ഭാഗമെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു സംഘർഷാത്മകമായ സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് കൃത്യമാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടി വരുന്ന സാഹചര്യം സർക്കാരിന് ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് മറുപടി ഇപ്പോൾ നൽകേണ്ടതില്ല. മറുപടി ഉണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്ത് മറുപടി ഇപ്പോൾ നൽകേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാകുന്നു എന്നാണ് ഞാൻ ഈ വാർത്തയെ കാണുന്നത്.
എനിക്കൊരു ചോദ്യം സ്മൃതിയെടുത്തും മാധവനെടുത്തുമായിട്ടുണ്ട്. ഇപ്പോൾ നാളെ സുപ്രീം കോടതിയുടെ 9 ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പരിഗണിക്കാൻ പോകുന്ന 7 ചോദ്യങ്ങളിൽ എവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ സത്യവാങ്മൂലം പ്രസക്തമാകും? ഞാൻ ആദ്യം പറഞ്ഞല്ലോ സത്യവാങ്മൂലം ഇപ്പൊ സമർപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അല്ലല്ല, സത്യവാങ്മൂലം നാളെ സമർപ്പിക്കണമെന്നില്ല. ഇനി പിന്നീടൊരു ഘട്ടത്തിൽ ഈ 7 ചോദ്യങ്ങളിൽ എവിടെയാണ് സർക്കാരിൻ്റെ സത്യവാങ്മൂലത്തിന് പ്രസക്തി? 7 ചോദ്യങ്ങളിലെ തുടർച്ചയായിട്ട് അത് വരും. അല്ല, ഈ 7 ചോദ്യങ്ങളിൽ എവിടെയാണ് ഉണ്ടാകുന്നത്? ഈ ചോദ്യങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. 7 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒരു ഉദാഹരണം ഞാൻ പറയാം, ഞാനത് മതവുമായി വിശദീകരിക്കാം. മതങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ. അതാണ് ആർട്ടിക്കിൾ 25 ആർട്ടിക്കിൾ 26 തമ്മിലുള്ള ഇന്റർപ്ലേ ആണ് ഈ പ്രധാനപ്പെട്ട 7 ചോദ്യങ്ങൾ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ മതാവകാശവും ആർട്ടിക്കിൾ 26 പ്രകാരമുള്ള സംഘടനകളുടെ അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളുടെ അവകാശവും തമ്മിലുള്ള ക്ലാഷ്, അതാണ് ഇതിൽ പ്രധാനമായിട്ടുമുള്ള ഒന്ന്. ഇതിൽ എവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ സത്യവാങ്മൂലം പ്രസക്തമാകുന്നത്? ഈ 7 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെ സത്യവാങ്മൂലം പ്രസക്തമാകുമോ അല്ലയോ? നാളെ കോടതി പരിഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ പശ്ചാത്തലമായി ഉണ്ടാകുന്ന 7 ചോദ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് അങ്ങ് നേരത്തെ ഡോക്ടർ പി ആർ സുനിൽ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അതിലെവിടെയെങ്കിലും സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് പ്രസക്തിയുണ്ട് എന്നൊരു പരാമർശം നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണോ അങ്ങ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് എനിക്ക് അങ്ങയോട് ചോദിക്കാനുണ്ട്. അതെ, എന്തിനാണ് ഈ ചർച്ച എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്? അതായത് മറുപടി ഇപ്പോൾ കൊടുക്കണമെന്ന് നിങ്ങൾ എല്ലാവരും ഈ സമയത്ത് അടിസ്ഥാനപരമായി ചോദിക്കാം. രണ്ടുപേരോടുള്ള ചോദ്യം ഞാൻ ചോദിക്കട്ടെ മാധു. എന്റെ ചോദ്യം ഇതാണ്: കേരള സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്താൽ ആ സത്യവാങ്മൂലം ഈ 7 ചോദ്യങ്ങളിൽ എവിടെയാണ് ഉപയോഗിക്കുക? ഞാൻ 7 ചോദ്യം എന്താണെന്ന് പറയാം. യുവതീ പ്രവേശനത്തിൽ മറുപടിയുണ്ടോ എന്നാണ് ചോദ്യം. മാധുർ എന്തോ പറയാനുണ്ട്? എനിക്ക് പറയാനുണ്ട്. അതായത് ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിച്ചത് സുവർണാവസരം കാത്തിരിക്കുന്ന അല്ലെങ്കിൽ സുവർണാവസരം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ തേടി നിൽക്കുന്ന ഒരു പക്ഷം അപ്പുറത്തുണ്ട്. സർക്കാരിന് നിലവിൽ സാവകാശമുണ്ട്. ഇപ്പോൾ മറുപടി പറയേണ്ടതില്ല. മറുപടി ഉണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്ത് ഇപ്പോൾ സർക്കാർ മറുപടി പറയേണ്ടുന്ന അടിയന്തര സാഹചര്യം ഇല്ല എന്നാണ് ഡോക്ടർ അരുൺകുമാർ സ്മൃതി പരുത്തിക്കാടിന് മറുപടി കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് ആ സെന്റൻസിൽ പറഞ്ഞൊരു കാര്യം. നിങ്ങൾ പറയുന്നത് ഇപ്പോൾ തന്നെ സർക്കാർ കൊണ്ടുപോയി സത്യവാങ്മൂലം കൊടുക്കണമല്ലോ എന്നുള്ളതാണ്. ഞാൻ പറയാത്ത കാര്യമാണ്. അപ്പൊ സർക്കാർ മറുപടി കൊടുക്കണോ വേണ്ടയോ? സർക്കാർ ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾ മറുപടി പറ. മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. CPM-ന്റെ പ്രതിനിധി പോലും ഈ ചർച്ച ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് വരാൻ തയ്യാറാവാത്തത്? ഈ വിഷയത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് മറുപടി ഇല്ല. അത് അത്രേ ഉള്ളൂ. ഒറ്റ മിനിറ്റ്. അതായത് സർക്കാർ ഇപ്പോൾ മറുപടി കൊടുക്കണമോ വേണ്ടിയോ എന്ന്, അതായത് സർക്കാർ ഇപ്പോൾ മറുപടി കൊടുക്കേണ്ട എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ആളോട് രണ്ടാമതും സർക്കാർ ഇപ്പോൾ മറുപടി കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. പിന്നെന്തിനാണ് നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചത്? എനിക്ക് അങ്ങനെയാണ് അഭിപ്രായമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങൾക്ക് അത്ര പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ പ്ലീസ് ചോദിക്കരുത്. അങ്ങനെയല്ല. മറുപടി പറയണമെന്ന് നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കരുത്. സർക്കാർ ഇപ്പോൾ യുവതീ പ്രവേശനത്തിൽ മറുപടി പറയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതും BJP ആവശ്യപ്പെടുന്നതും രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ നാളെ സുപ്രീം കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിലോ അതല്ല സുപ്രീം കോടതി നാളെ ഇത് പരിഗണിച്ചതിന് ശേഷം 9 അംഗ ബെഞ്ചിലേക്ക് വിടുന്ന ഘട്ടത്തിലോ 9 അംഗ ബെഞ്ച് പരിഗണിക്കുന്ന 7 പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലോ സംസ്ഥാന സർക്കാരിൻ്റെ സത്യവാങ്മൂലത്തിന് ഒരു പ്രസക്തിയുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഈ മറുപടിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പ്രതിപക്ഷമോ നമ്മളോ ചോദിക്കേണ്ട ഒരു സാഹചര്യവും നിയമപരമായില്ല. മറുപടി പറയണം എന്ന് പറയുന്നത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയുള്ള ഒരു നീക്കമാണ്. ഇതാണ് ഞാനതാ പറഞ്ഞത്. ശരി, അപ്പം മാധു അതിനോട് യോജിച്ചു. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇനി ഏതൊക്കെ പ്രധാനപ്പെട്ട 7 വിഷയങ്ങളാണ്? ഇന്നലെ അല്പസമയം മുമ്പ് പിയാസുള്ള പറഞ്ഞു. ഈ വിഷയത്തിൽ തർക്കമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല. നിങ്ങളെല്ലാവരും മറുപടി ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടിലാണ് സ്മൃതി അടക്കം എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു സ്മൃതി. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതായിരുന്നു. ഒന്ന്, ഒരു മതത്തിൽപ്പെടാത്ത അല്ലെങ്കിൽ അപരമതത്തിൽപ്പെട്ട ഒരാൾക്ക് മറ്റൊരു മതത്തിലെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്യാൻ കഴിയുമോ? ഇതിന് സംസ്ഥാന സർക്കാരിൻ്റെ സത്യവാങ്മൂലം ആവശ്യമില്ല. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ വിഷയമാണ്.
ആർട്ടിക്കിൾ 25-ഉം 26-ഉം തമ്മിൽ ബന്ധപ്പെട്ട വിഷയത്തിനൊരു സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം എടുക്കേണ്ട ഒരു ഫെഡറൽ വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം അവിടെ ആവശ്യമില്ല. രണ്ടാമത്തത്, ഇത് റിവ്യൂ ആർട്ടിക്കിൾ 25-ന് ഭരണഘടനാപരമായിട്ട് ജുഡീഷ്യറിക്ക് റിവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ടോ? അതും സെറ്റിൽ ചെയ്യേണ്ടത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ്. അക്കാര്യത്തിലും ഈ അഫിഡവിറ്റ് സർക്കാരിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. മൊറാലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഡിഫൈൻ ചെയ്യുക എന്നതാണ്. സംസ്ഥാന സർക്കാരല്ല കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഡിഫൈൻ ചെയ്യേണ്ടത്. അവിടെയും സത്യവാങ്മൂലത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 25-ന്റെ സ്കോപ്പ് എന്താണ്? അത് ഡിഫൈൻ ചെയ്യേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് മാത്രമാണ്. ഭരണഘടനാപരമായിട്ടുള്ള വിഷയമാണത്. അത് റിവ്യൂ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനാപരമായി ജുഡീഷ്യറിക്ക് കൊടുത്തിരിക്കുന്ന ജുഡീഷ്യൽ റിവ്യൂ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കോടതി തന്നെയാണ് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വ്യക്തിപരമായി നിങ്ങൾക്കുള്ള മതാവകാശവും മതസ്ഥാപനങ്ങൾക്കുള്ള അവകാശവും ഇത് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയേണ്ടത് സംസ്ഥാന സർക്കാരല്ല. അപ്പോൾ ഈ 9-അംഗ ബെഞ്ചിന് മുമ്പിൽ വരാൻ പോകുന്ന ഒരു വിഷയത്തിനും സംസ്ഥാന സർക്കാരിൻ്റെ മറുപടി പ്രധാനമല്ല, സംസ്ഥാന സർക്കാരിന്റെ മറുപടി ആവശ്യവുമില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. പ്രവേശവുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം പുനഃപരിശോധന അതിലേക്ക് ഞാൻ വരുന്നത്. അതാ വരുന്നത്. അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന് മുന്നിൽ 67 പുനഃപരിശോധന. അതെ, അതാണ് ഇനി വരാൻ പോകുന്നത്. ഇനി ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന്റെ അവസ്ഥ എന്താ? ശബരിമലയിലെ യുവതീ പ്രവേശനം സ്റ്റേ ചെയ്തിട്ടില്ല. സ്റ്റേ ചെയ്തുകൊണ്ടല്ല രഞ്ജൻ ഗൊഗോയ് ഇത് 7-അംഗ ബെഞ്ചിലേക്ക് 2019 വിട്ടത്. അതിനുശേഷം എസ് എ ബോബ്ഡെ 2020 ഇത് 9-അംഗ ബെഞ്ചിലേക്ക് വിടുമ്പോഴും ഈ നിമിഷവും ശബരിമലയിൽ യുവതീ പ്രവേശന വിധി അതേ ടാക്റ്റായിട്ട് നിലനിൽക്കുകയാണ്. സർക്കാർ ഏതെങ്കിലും യുവതിയെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ മനഃപൂർവ്വം മറന്നുപോയൊരു കാര്യം കൂടി ഞാൻ പറയാം. കഴിഞ്ഞ മണ്ഡലകാലത്ത് കെ രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു സർക്കുലർ ഇറങ്ങിയിരുന്നു പോലീസിന്. എന്താണ്? എല്ലാ ഭക്തന്മാരെയും ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ പക്ഷേ വിവാദമുണ്ടാവുന്ന സാഹചര്യത്തിൽ അത് പിൻവലിച്ചു. എന്നിട്ട് അത് പിൻവലിക്കാനുള്ള കാരണം എല്ലാ ഭക്തന്മാരെയും എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി വിധി അനുസരിച്ച് സ്ത്രീകളടക്കം പ്രവേശിപ്പിക്കണമെന്ന് സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ തന്നെ മാനുവലിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതായിരുന്നു അന്ന് ഉയർന്ന വിവാദം. അത് വിവാദമാവും എന്ന് കണ്ട് ആ മാനുവൽ പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. കാരണം സർക്കാരായിട്ടൊരു മണ്ഡലകാലത്തെ കുളമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. മണ്ഡലകാലം വൃത്തിയായി നടക്കുന്നു, ഭക്തർ പോയി കാണുന്നു, ദർശനം നടത്തി തിരിച്ചു വരുന്നു, സുഖദർശനം നടന്ന് തിരിച്ചു വരുന്നു, നമ്മളെല്ലാം കണ്ടതുമാണ്. അപ്പോൾ ആ വിഷയത്തിൽ നിലവിൽ മണ്ഡലകാലം വളരെ സമാധാനത്തോടു കൂടി നടക്കുന്ന ഒരു കാലത്ത് ഈ വിഷയത്തെ ഒരു സുവർണാവസരമായി കാണാനാണ് ഇരു കക്ഷികളും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട വാദം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. യഥാർത്ഥത്തിൽ ആരാണ് ഈ വിഷയത്തിൽ നിലപാട് മാറ്റിയത്? രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് പിയാസുൽ പറഞ്ഞു, രണ്ടും പിയാസുൽ പറഞ്ഞു. 2016 ഭയ്യ ജോഷി RSSന്റെ ജനറൽ സെക്രട്ടറിയാ എന്താ പറഞ്ഞത്? ഏതെങ്കിലും ഒരു പ്രത്യേക പ്രായപരിധിയിൽപ്പെട്ട സ്ത്രീകളെ മാത്രം ശബരിമലയിൽ പ്രവേശിപ്പിക്കാതിരിക്കുന്നത് ന്യായയുക്തമല്ല പറഞ്ഞത് RSSന്റെ ജനറൽ സെക്രട്ടറി ഭയ്യ ജോഷി. ഒടുവിൽ അതേ RSSൽപ്പെട്ടവർ, അതേ BJPയിൽപ്പെട്ടവർ ഇവിടെ നാമജപ ഘോഷയാത്ര നടത്താൻ തെരുവിലിറങ്ങി. സുവർണാവസരം തേടി PS ശ്രീധരൻ പിള്ളയുടെ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നത് ആരാ? BJP അല്ലേ? ഈ കാര്യത്തിലെല്ലാം സുപ്രീം കോടതിയിലേക്ക് ഇത് വിടുന്നതിന് മുൻപ് തന്നെ ഈ പാർലമെന്റിന്റെ അധികാരം ഉപയോഗിച്ച് ആർട്ടിക്കിൾ 25 ഹിന്ദു റിലീജിയസ് അയ്യപ്പ ഡിവോട്ടീസ് ഒരു പ്രത്യേക ഹിന്ദു റിലീജിയസ് സെക്റ്റാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കും. കാര്യം അങ്ങനെ വന്നാൽ അത് എസെൻഷ്യൽ പ്രാക്ടീസ് ആണെന്നും അയ്യപ്പ ഡിവോട്ടീസ് എന്നുള്ളതൊരു പ്രത്യേക റിലീജിയസ് സെക്റ്റാണെന്നും സ്ഥാപിക്കാൻ കഴിയും. അങ്ങനെ സ്ഥാപിച്ചോ BJP? അങ്ങനെ കേന്ദ്രത്തിൽ ഇത്രയും അധികാരം 3 തവണ BJP അധികാരത്തിൽ വന്നിട്ടും ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു നിയമനിർമ്മാണം നടത്താൻ കഴിഞ്ഞോ? RSSന്റെ ആദ്യത്തെ 2016 നിലപാട് ആരാ തിരുത്തിയത്? ആരാ യുവതീ പ്രവേശനം വേണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി കേസ് പോയത്? ഇന്ത്യൻ ലോയേഴ്സ് യങ് അസോസിയേഷൻ. ആരായിരുന്നു? പ്രേരണാകുമാരി. പ്രേരണാകുമാരി സ്വയം അറിയുന്നത് എങ്ങനെയാ? ചൗക്കിദാർ പ്രേരണാകുമാരി. ആരാണ് ചൗക്കിദാർ പ്രേരണാകുമാരി? പൂർവാഞ്ചലിലെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ ഒരു റൈറ്റിസ്റ്റ് സംഘടനയുടെ സ്പോക്ക് പേഴ്സണാണ്. BJPയുടെ സുപ്രീം കോടതിയിലെ ഒരു പ്രധാനപ്പെട്ട ലീഗൽ സെല്ലിലെ സെക്രട്ടറിയാണ് ഈ പറയുന്ന പ്രേരണാകുമാരി, ചൗക്കിദാർ പ്രേരണാകുമാരി. അല്ലാതെ സംസ്ഥാന സർക്കാരല്ല കേസ് പോയത്. ഈ കേസിൽ സംസ്ഥാന സർക്കാർ കക്ഷിയേ അല്ല എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിനോട് സത്യവാങ്മൂലം 2018 കൊടുക്കാൻ പറയുമ്പോൾ സ്വാഭാവികമായും ഭരണഘടനാപരമായി സർക്കാരിന് എല്ലാവരെയും തുല്യതയോടുകൂടി കാണാൻ മാത്രമേ കഴിയൂ. അതാണ് സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് കോടതി അംഗീകരിച്ചത്. സർക്കാരിൻ്റെ വാദമല്ല പ്രധാനമായിട്ടും കോടതി അംഗീകരിച്ചത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ആർത്തവ അശുദ്ധി എന്ന് പറയുന്ന ഒന്നുണ്ടാവാൻ പാടില്ല എന്ന വളരെ പുരോഗമനപരമായ നിലപാടാണ് 4 ജഡ്ജിമാരും സ്വീകരിച്ചത് 5-അംഗ ബെഞ്ചിൽ. ആ വിധിയെ കേരളവും ഇന്ത്യയും ഉയർത്തിപ്പിടിച്ചതാണ്. പക്ഷേ ആ സമയത്ത് രാഹുൽ ഗാന്ധി സ്വീകരിച്ച നിലപാട് കൈയടിച്ചതാണ് നമ്മൾ. അതിനുശേഷം പിന്നീട് കോൺഗ്രസ് നിലപാട് മാറ്റി.
അപ്പോൾ നിലപാട് മാറ്റിയ രണ്ട് പ്രധാനപ്പെട്ട സംഘടനകൾ, ഒന്ന് RSS, പിന്നൊന്ന് രാഹുൽ ഗാന്ധി പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് നടത്തിയ പ്രസ്താവന പിന്നീട് കേരളത്തിലെ കോൺഗ്രസ് മാറ്റി. ഇത് രണ്ടും നിലപാട് മാറ്റത്തിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇടതുപക്ഷ സർക്കാർ ആ തീരുമാനം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് പിൻവലിച്ചില്ല. മാത്രമല്ല, ഇപ്പോൾ കൊടുത്തിരിക്കുന്നൊരു മറുപടി ഉണ്ടല്ലോ. റിവ്യൂ ഹർജി പരിഗണിക്കുന്ന സമയത്ത് വാക്കാൽ കൊടുത്തിരിക്കുന്നൊരു പരാമർശമുണ്ട്. എന്താണെന്നറിയാമോ? കോടതി വിധി വരുന്നത് എന്ത് തന്നെയാണെങ്കിലും അനുസരിക്കും. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ആ നിലപാടല്ലേ എടുക്കേണ്ടത്? 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി അനുസരിക്കുകയല്ലാതെ സംസ്ഥാന സർക്കാരിന് മറ്റെന്ത് രാഷ്ട്രീയ ബാധ്യതയുള്ളത് ഈ വിഷയത്തിൽ? CPM എന്താണ് നിലപാടെന്ന് ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് പറയുന്നു. നമ്മളിത് കോൺഗ്രസിന്റെ പഴയ നിലപാട് നമ്മൾ കണ്ടതാണ്. RSSന്റെ നിലപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയതാണ്. ഇപ്പോൾ ഈ സർക്കാർ എടുക്കുന്ന നിലപാടെന്ത്? ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള സർക്കാരിന്റെ പ്രധാനപ്പെട്ട പാർട്ടിയായി CPM എടുക്കുന്ന നിലപാടെന്ത്? ചോദ്യത്തിന് മറുപടിയില്ല. മറുപടി പറയേണ്ടവരാണ്. മറുപടി പറഞ്ഞിട്ടില്ല. CPM മറുപടി പറഞ്ഞിട്ടില്ല. ശബരിമലയിലെ യുവതീ പ്രവേശനം എന്നുള്ളത് ഇത് ആദ്യമായി നടക്കുന്ന വിഷയമാണോ? 1991 വരെ ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചിട്ടില്ലേ? നിലപാട് പറയുമ്പോൾ ആ നിലപാടിന് അടിസ്ഥാനമായിട്ടുള്ള കാരണം കൂടി പറയണം. എന്തുകൊണ്ടാണ് CPM ശബരിമലയിൽ യുവതീ പ്രവേശനമാകാമെന്ന കോടതി വിധിയെ രാഷ്ട്രീയമായി സ്വാഗതം ചെയ്തത്? ഇവിടെ തുല്യതയുണ്ടാവണം. ആ തുല്യത എന്ന് പറയുന്നത് ആർത്തവത്തിന്റെ പേരിൽ അശുദ്ധിയായി ഒരു പെൺകുട്ടിയും 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പൊതുപ്രവേശനമുള്ള ഒരു സ്ഥലത്ത് മാറ്റി നിർത്തപ്പെടാൻ പാടില്ല. നിലവിലത് ഒരു ഹിന്ദു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്നുള്ള കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ നേരിട്ട് പോയിട്ട് 1991 വന്ന വിധിയെ ഏതെങ്കിലും ഇടത് സർക്കാർ ചോദ്യം ചെയ്തോ? 1991 പരിപൂർണനാണല്ലോ ഇങ്ങനൊരു വിധി പുറപ്പെടുവിക്കുന്നത്. കേരളത്തിലെ ഹിന്ദു റിലീജിയസ് വർഷിപ്പ് മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്ടിന്റെ ഭേദഗതി 1965 ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രധാനമായ വിധി 91 ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ട് യുവതീ പ്രവേശനം പാടില്ല എന്ന വിധി പുറപ്പെടുവിച്ചിട്ട് ഏതെങ്കിലും ഇടതുപക്ഷ സർക്കാർ, പിന്നീട് വന്ന EK നായനാർ സർക്കാരോ, പിന്നീട് വന്ന VS അച്യുതാനന്ദൻ സർക്കാരോ, പിന്നീട് വന്ന 1-ാം പിണറായി സർക്കാരോ, ഏതെങ്കിലും ഒരു സർക്കാർ ഹൈക്കോടതിയിൽ ഇതിന്റെ അപ്പീലുമായിട്ട് പോയിട്ടുണ്ടോ? യുവതീ പ്രവേശനം വേണമെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീലുമായി പോയിട്ടുണ്ടോ? ഇല്ല. ഇതാണ് പച്ചക്കള്ളം പ്രചരിപ്പിച്ചു വരുമ്പോൾ എന്താ, ഈ കേസിന് കൊടുത്ത് ഈ കുത്തിത്തിരിപ്പിനെല്ലാം കാരണമായ ചൗക്കീദാർ പ്രേരണകുമാരിയെ മറന്നു. ഈ കേസ് യുവതീ പ്രവേശനം വേണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത ഭയ്യ ജോഷിയെ മറന്നു. RSSന്റെ ജനറൽ സെക്രട്ടറി. ഇതിനെ കൈയടിച്ച് സ്വാഗതം ചെയ്ത രാഹുൽ ഗാന്ധിയെ മറന്നു. എല്ലാ ആക്ഷേപവും ഈ ഇടത് സർക്കാരിന് വരുന്നു. ഇടത് സർക്കാർ ഈ കേസിൽ കക്ഷിയാണോ? ഇടത് സർക്കാർ ഈ കേസിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വാദവുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടോ? ആ ഘട്ടത്തിൽ ഈ സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചപ്പോൾ ഭരണഘടനാപരമായി അതല്ലാതെ എന്താ സാധ്യത? നമ്മുടെ മുന്നിൽ വസ്തുത ഏതല്ലേ? ഞാൻ പറയാം. 1940കളിൽ തിരുവിതാംകൂർ മഹാറാണി സ്വന്തം കുഞ്ഞിന് ചോറൂണ് കൊടുക്കാൻ പോയത് ഇതേ ശബരിമലയിലാ. മഹാറാണി എന്താ യുവതി ആയിരുന്നില്ലേ? 1986 ജയശ്രീ എന്നു പേരുള്ള നടി, അതേപോലെ സുധാചന്ദ്രൻ, മനോരമ, 3 നടിമാർ ഏത് സിനിമയാ? നമ്പിനാർ കെടുവതില്ലേ എന്ന സിനിമയുടെ ചിത്രീകരണത്തിൽ 18-ാം പടിയിൽ പോയി നിന്ന് സിനിമയിൽ അഭിനയിച്ചു എന്ന് മാത്രമല്ല 1000 രൂപ ദേവസ്വം ബോർഡ് ഇട്ട ഫൈനും വാങ്ങിച്ചു. കാരണം ശബരിമലയിൽ ചിത്രീകരണം നടത്താൻ പാടില്ല, ദേവസ്വത്തിന്റെ മുൻ അനുമതിയില്ലാതെ. അതും യുവതീ പ്രവേശനത്തിനുള്ള പിഴയല്ലത്. അവിടെ പോയി സന്നിധാനത്ത് അനുവാദമില്ലാതെ ഷൂട്ട് ചെയ്തതിന് കൊടുത്ത് 1000 രൂപ പിഴയും വാങ്ങിച്ചിട്ട് പോയി സുധാചന്ദ്രനും ജയശ്രീയും. അന്ന് ആരുടെയും വികാരം ഇളകിയില്ല. അന്ന് ആർക്കും ആചാര ലക്ഷണമില്ല. ഇത് നടക്കുന്നത് 1986 1986. 1986 അവിടെ 3 പ്രധാനപ്പെട്ട സിനിമാ നടിമാർ സംവിധായകനോടൊപ്പം പോയി ആടിപ്പാടി നമ്പിനാർ കെടുവതില്ലേ എന്ന സിനിമയുടെ ഭാഗമായി ചിത്രീകരണത്തിൽ പങ്കെടുത്തു. അന്നാരുടെയും ആചാരം പൊട്ടിയില്ല. അന്ന് ആർക്കും ആചാരത്തിൽ പ്രശ്നവും സംഭവിച്ചില്ല. തീർന്നില്ല. 1990 ദേവസ്വം കമ്മീഷണറുടെ കൊച്ചുമോക്ക് ചോറൂട് കൊടുത്തത് ഇതേ സന്നിധാനത്ത് വെച്ചല്ലേ? അന്ന് യുവതികൾ ഉണ്ടായിരുന്നില്ലേ? അന്നും ആർക്കും ആചാരത്തിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം അന്നൊക്കെ കുറച്ചുകൂടി ഇതിന് വിവേകത്തോടു കൂടി പെരുമാറാൻ കഴിയുന്ന പ്രതിപക്ഷവും വിവേകത്തോടു കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമൂഹവും നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വലിയ വിവാദമായി വരുമ്പോൾ 91 ഹൈക്കോടതി വിധിക്ക് ശേഷമുള്ള ഒരു കാലത്തെ ഇത് പണ്ടെങ്ങോ മുതലുണ്ടായിരുന്ന കാലമായി ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ 9-അംഗ ബെഞ്ച് പരിഗണിക്കാൻ പോകുന്ന വിഷയങ്ങളിൽ ഒന്നിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ സത്യവാങ്മൂലം ആവശ്യമില്ല എന്നിരിക്കെ അതൊരു രാഷ്ട്രീയ വിഷയമാക്കി കൊണ്ടുവരുന്നതിന് പിന്നിൽ തികഞ്ഞ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ്. മറ്റൊരു സുവർണാവസരം തേടിയുള്ള യാത്രയാണ്. 2019 ഇലക്ഷൻ്റെ കാലത്ത് LDFന് എന്തോ വലിയ തിരിച്ചടി കിട്ടി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരുടെ ഒരു കാര്യം പറയാം. പ്രിയ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹമാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് ഘോരം പ്രസംഗിച്ചിട്ട് നിങ്ങൾ വയനാട്ടിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ 2019 ഇലക്ഷനെ കോൺഗ്രസ് നേരിട്ടത് അല്ലേ? അതിൻ്റെ പ്രതിഫലമാണ് പറയുന്ന 2019 കോൺഗ്രസ് കിട്ടിയത്. അതാണ് 19 1 ചുരുങ്ങിയത്. രണ്ടാമത്തെ കാര്യം, 2025 ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലോ, അന്നേരം 19 1 കുറയാനുള്ള വ്യത്യാസം കാരണം ശബരിമല ഉണ്ടായിട്ടാ?
ശബരിമലയുടെ ആയിട്ട് 2025 വ്യത്യാസം വന്നത്? അന്ന് ശബരിമലയിൽ യുവതി പ്രവേശനം ഉണ്ടായിരുന്നോ? ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിച്ചായിരുന്നോ? അതിൻ്റെ തിരിച്ചടിയാണ് 2021 കിട്ടിയത്. അതിൻ്റെ മറുപടി കൂടെ കോൺഗ്രസ് പറയണ്ടേ? അങ്ങനെയല്ല പറയേണ്ടത്. 2019 നടന്നത് തന്നെയാണ് 2021, 2025 നടന്നത്. ഞാൻ പറയുന്നത് ശബരിമല യുവതി പ്രവേശനം ജനങ്ങളെ ബാധിച്ചിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവല്ലേ അത്? 2019, 2025 ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെറുതെ ഞാൻ പറയുന്നത് ആകാശത്തു നിന്നൊരു സംവിധാനം നല്ല രീതിയിൽ മതവൈദ്യരോട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കാണ്. എന്നിട്ട് ഇന്ന് വന്നിട്ട് AICC ജനറൽ സെക്രട്ടറി പറയുകയാണ്, നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. എന്താ പറഞ്ഞു നോക്കേണ്ടത്? എന്താണ് പറഞ്ഞു നോക്കേണ്ടത്? കേരളത്തിലെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റും എന്ന് പറഞ്ഞു നോക്കാനാണോ? എന്നിട്ടാണോ നേരത്തെ പറഞ്ഞ പോലെ രാമജപ ഘോഷയാത്രയും രാത്രി ദീപം തെളിച്ചതും ബന്ധകൊളുത്തി പ്രവർത്തനം കേരളത്തിൽ നടത്താൻ വേണ്ടിയിട്ട് ഉള്ള സാമുദായിക മതമൈത്രി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതാണോ ചെയ്തു കൊടുക്കേണ്ടത്? അതാണോ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാട്? സ്മൃതി മേഡം നേരത്തെ പറഞ്ഞല്ലോ, CPM-ൻ്റെ നിലപാട് പറയാമെന്ന് പറഞ്ഞില്ലേ? കോൺഗ്രസിന് 2 നിലപാടാണ്. രാഹുൽ ഗാന്ധിക്ക് ഒരു നിലപാടും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു നിലപാടും. ഇവർക്ക് ഒരു നിലപാടുണ്ടോ? ഇപ്പം പറ, കോൺഗ്രസിൻ്റെ കേരളത്തിലെ നിലപാടെന്താ? അല്ല, യഥാർത്ഥ കോൺഗ്രസിൻ്റെ നിലപാടെന്താ? മുഴുവൻ കേരളവും കേന്ദ്രവും മറ്റുള്ള സംസ്ഥാനം എല്ലാം കൂടിയതാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത്. എന്താ നിലപാട്? ഈ തുല്യത വേണം എന്നുള്ളതാണോ? കോൺഗ്രസിലേക്ക് ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റണം എന്നാണോ? കയറ്റണ്ടെന്നാണോ? തുല്യത വേണം എന്നുള്ള നിലപാട് കോൺഗ്രസിനുണ്ടോ? കോൺഗ്രസിന് തുല്യത വേണം എന്നുള്ള നിലപാടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ തുല്യത വേണമെന്ന് തുല്യത വേണമെന്ന് രാഹുൽ ഗാന്ധി പറയും. കേരളത്തിലെ കോൺഗ്രസ് തുല്യത വേണ്ട എന്ന് പറയുന്നത് ഇതാണോ കോൺഗ്രസ് നിലപാട്? CPM-നോട് നിലപാട് ചോദിക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് എന്താന്ന് പറഞ്ഞാൽ മതി. ഈ പറയുന്ന ശബരിമലയിൽ യുവതി പ്രവേശനം കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തുല്യതയെ കുറിച്ച് കോൺഗ്രസിന്റെ നിലപാട് എന്താ? കയറ്റാൻ പാടില്ല എന്ന് പറയുകയും തുല്യത വേണം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? സർക്കാർ നിലപാട് പറഞ്ഞിട്ടുണ്ട്. 2016, 2006 അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ നിലപാട്. അന്ന് പിണറായി സർക്കാരല്ല ഭരിക്കുന്നത്, അച്യുതാനന്ദൻ ഗവൺമെൻറ്റാണ്. അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് തുല്യത വേണം, തുല്യത നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് പിന്നെ പേപ്പർ സുപ്രീം കോടതി കൊടുത്തിട്ടില്ലേ? ഇതിങ്ങനെ ഈ ഒരു സുവർണാവസരം കാത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെയും BJP-യുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്, അല്ലേ? ശബരിമല മാത്രമേ കേരളത്തിൽ പ്രശ്നമുള്ളൂന്നേ. കഴിഞ്ഞ 6-7 മാസമായിട്ട് ശബരിമലയല്ലാതെ വേറൊരു പ്രശ്നം കേരളത്തിലില്ലേ? കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമില്ലേ? ഇന്നൊരു കർഷകൻ ആത്മഹത്യ ചെയ്തു. എന്തേ സമരം നടത്താത്തത്? കേരളത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പ്രശ്നമല്ല കേരളത്തിൽ ഈ പറയുന്ന താമസിക്കുന്നതും സാധാരണക്കാരായ ആൾക്കാരൊന്നുമില്ല ഇവിടെ ക്രിസ്ത്യാനിയും ഇവിടെ മുസ്ലിമും ഇവിടെ വേറെ മതക്കാരോ ആരുമില്ല. ഇവിടെ ഹിന്ദുക്കൾ മാത്രം ശബരിമലയുമായിട്ട് മാത്രമായിട്ട് ജീവിക്കുകയാണോ? അങ്ങനെയാണോ ഒരു സംസ്കാരം രൂപപ്പെടുത്തേണ്ടത്? ഇവരാണോ കേരളത്തിൽ ഭരിച്ചിട്ട്? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ശബരിമലയുടെ നിലപാടെന്താ? തുല്യതയുടെ നിലപാടെന്താ? ഓൾറെഡി കൊടുത്ത നിലപാട് പറ. ഗവൺമെന്റിന്റെ അല്ല, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഞങ്ങളെ അധികാരത്തിൽ എന്ത് ഉമ്മൻചാണ്ടി സത്യവാങ്മൂലം ഉണ്ടെന്ന്. യുവതി പ്രവേശം എന്നുള്ളത് ആചാര ലംഘനമാണ്, അത് പറ്റില്ല. സ്ത്രീ തുല്യതയ്ക്ക് വിരുദ്ധമായ ഒരു നിലപാടല്ലാതെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നുള്ളതല്ല, യുവതികൾക്ക് പ്രവേശനമില്ല എന്നുള്ളത്. പുരോഗമന കാലത്ത് ഈ സ്ത്രീകളെ മതാടിസ്ഥാനത്തിൽ മാറ്റി നിർത്തുന്നതാണോ തുല്യത എന്ന് പറയുന്നത്? ഒരു കാറ്റഗറിയിലുള്ള സ്ത്രീകളെ അല്ല ഞാൻ പറയുന്നത്. ഏത് ആർത്തവ കാലത്ത് സ്ത്രീകളെ മാറ്റി നിർത്തുന്നതാണോ പുരോഗമന തുല്യത? അതന്നെയാണോ തുല്യത? രാഹുൽ ഗാന്ധിക്ക് എന്തേ ആ തുല്യത മനസ്സിലാക്കാത്തേ? ഉമ്മൻചാണ്ടി പറഞ്ഞ തുല്യത എന്തേ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവാത്തേ? ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഇത് നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ. അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടത്? ഞങ്ങളിതാ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു സംഘർഷവും ഇല്ലാന്നല്ല പറയേണ്ടത്. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷത്തിനും ഇല്ലയെന്ന് പറയണ്ടേ? പക്ഷേ എന്താ തിരിച്ചു പറയുന്നറിയോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക, യുവതികളെ കയറ്റുക എന്ന് പറഞ്ഞു നോക്കുക, ബാക്കി ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറയുന്നതാണോ ഈ തുല്യത എന്ന് പറയുന്നത്? അപ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത്, സുവർണാവസരം, അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട മാത്രം സുവർണാവസരം കേട്ടോ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട സുവർണാവസരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധി വിധി വന്ന ഉടനെ പറഞ്ഞു എന്ത്, ഇത് ഏറ്റവും നല്ല വിധിയാണ്, ഇതുപോലെയാണ് നടപ്പിലാക്കേണ്ടതെന്ന് പറയുന്നു. BJP പറഞ്ഞു ഇത് ഇങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതെന്ന് പറഞ്ഞു. RSS പറഞ്ഞു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത BJP-യുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ പറയാണ്, അയ്യോ നല്ല ഗംഭീരമായ വിധി, അങ്ങനെ സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറണം എന്ന് പറയാണ്. കോൺഗ്രസ് സമരം നടത്തുമ്പോഴും രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഒരു കാര്യത്തെ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കുഴയ്ക്കുന്നതിൻ്റെ അവസ്ഥ ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സർക്കാരാണോ അധികാരത്തിൽ വരേണ്ടത്? അതും കൂടെ ആലോചിച്ചാൽ മതി. കേരളത്തിലെ ജനങ്ങളത് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയാണ് നിലപാട്?
ഞാൻ പറയുന്നത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണ്ട, ഇത് 5 വർഷമായിട്ട് ഞാൻ പറയുന്നത് പക്വതയോടുകൂടി എടുത്ത തീരുമാനമല്ലേ അല്ല, ഒരു കഴിഞ്ഞ 2 പ്രാവശ്യം. എസെൻഷ്യൽ റിലിജിയൻസ് പ്രാക്ടീസ് ആണോ എന്നുള്ള ഒരു ചോദ്യം ആണല്ലോ ഇപ്പൊ പരിഗണിക്കുന്നത്. അതിപ്പോ അതിൽ തന്നെ 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. നമ്മളൊരു വിശ്വാസിയോട് ചോദിക്കുകയാണെങ്കിൽ അതായത് ശബരിമലയിലെ ആചാരം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കേട്ട് വളർന്നു വന്ന ഒരു വിശ്വാസിയോട്, ഞാൻ 91 മുമ്പുള്ള വിശ്വാസികളോട് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ കേട്ട് വളർന്നു വന്ന ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ നിസ്സംശയം പറയും എൻ്റെ വിശ്വാസം അങ്ങനെയാണ്, അതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് എന്ന് പറയും. അതേ സമയത്ത് അതിൻ്റെ ചരിത്രം പരിശോധിക്കുകയും അതിനെ എന്താ പറയുക, നമ്മളൊരു സയൻറ്റിഫിക് ടെമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ പറയും അത് അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളത്. ഇത് പരിശോധിക്കാനാണ് നാട്ടിലുള്ള പരമോന്നതമായ കോടതി ഇതിലൊരു തീരുമാനമെടുക്കാൻ പോകുന്നത്. രണ്ടാമത്തെ പരിശോധിക്കുന്ന കാര്യം എന്താണ്? ഈ വിശ്വാസം വേഴ്സസ് ലിംഗസമത്വം, ഇതിലേതിനാണ് മുൻഗണന എന്ന് ചോദിക്കും. ഒരു വിശ്വാസിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിശ്വാസത്തിനാണ് മുൻഗണന എന്ന് പറയും. അതേസമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ സ്പിരിറ്റ് ഉള്ള ഒരാളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും ലിംഗസമത്വത്തിനാണ് മുൻഗണന എന്നുള്ളത്. ഇതും രാജ്യത്തെ അതായത് 9 അംഗ ബെഞ്ച് പരിഗണിക്കാൻ പോവുകയാണ്, അതിലൊരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധി വന്ന സമയത്ത് LDF അതിനെ പിന്തുണച്ചു, ഭരണഘടനാപരമായ ബാധ്യതയുണ്ട് എന്ന തീരുമാനമെടുത്തു. കോൺഗ്രസ് തത്വത്തിൽ വിധിയെ അംഗീകരിച്ചു, പക്ഷെ അത് നടപ്പിലാക്കുന്ന രീതിയെ വിമർശിച്ചു. BJP അതിൽ സുവർണാവസരം കണ്ടു. നോക്കിയപ്പോൾ കോടതിയുടെ പരിഗണനയിലേക്ക് വരാൻ പോവുകയാണ്. ഒരു കേസ് പരിഗണിക്കണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ ഒരു നിയമം ഉണ്ടാകണം. ആ നിയമം ഉണ്ടാക്കാനുള്ള ചുവടുവെപ്പിലേക്ക് കോടതി കടക്കുകയാണ്. അത് കടക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ പറയേണ്ട സമയത്ത് സർക്കാർ പറയട്ടെ. ശരി, അപ്പോൾ യുവതീ പ്രവേശനത്തിൽ മറുപടി ഉണ്ടോ എന്നതാണ് ചോദ്യം. യെസ് എന്ന് 3, നോ എന്ന് 2. Meet the editors.